ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 2047-ൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗർ മേളകൾ യുവജന ശാക്തീകരണത്തിന് ഏറെ സഹായകമെന്നും നരേന്ദ്രമോദി. റോസ്ഗർ മേള സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പ്രതീകമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 14ാമത് റോസ്ഗർ മേളയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി മനോഹർ ലാലിന്റെ കേരള സന്ദർശനം തുടരുന്നു. കൊച്ചി മെട്രോ റെയിൽ, വാട്ടർ മെട്രോ പദ്ധതികളുടെ അവലോകന യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. യുപിയിലെ പിലിഭിത്തിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഖലിസ്ഥാൻ അനുകൂല ഭീകരർ കൊല്ലപ്പെട്ടു. കേരളത്തിൽ വന നിയമ ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഭേദഗതിയിൽ സംസ്ഥാന സർക്കാരിന് മുൻവിധിയില്ലെന്നും വനം മന്ത്രി. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കുള്ള തങ്ക അങ്കി ഘോഷയാത്രയ്ക്ക് പത്തനംതിട്ടയിൽ ഭക്തി നിർഭര സ്വീകരണം. വാർത്തകൾ വിശദമായി. 2047-ൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ വകുപ്പുകളിൽ പുതുതായി 71,000-ത്തിലധികം പേർക്ക് നിയമനപത്രം കൈമാറുന്ന 14ാമത് റോസ്ഗർ മേളയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഇനിയും ഏറെ മുന്നേറുന്നതിന് യുവജനങ്ങളുടെ പങ്കാളിത്തം ആവശ്യമാണ്. റോസ്ഗർ മേളകൾ യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും അവരുടെ കഴിവുകൾ പുറത്തുകൊണ്ടുവരുന്നതിനും ഏറെ സഹായകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. किसी भी देश का विकास उसके युवाओं के श्रम, सामर्थ्य और नेतृत्व से होता है. भारत ने 2047 तक विकसित भारत के निर्माण का संकल्प लिया है. हमें इस संकल्प पर भरोसा है. भारत ने अपने स्पेस सेक्टर में नीतियां बदली. भारत ने अपने डिफेंस सेक्टर में मैन्युफैक्चरिंग को बढ़ावा दिया और इसका सबसे ज्यादा लाभ भारत के युवाओं को हुआ. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ രാജ്യത്തെ യുവാക്കൾക്ക് ഏകദേശം 10 ലക്ഷത്തോളം സർക്കാർ ജോലികൾ നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ 45 ഇടങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. റോസ്ഗർ മേള സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പ്രതീകമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റോസ്ഗർ മേളയോടനുബന്ധിച്ച് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച ഇന്ത്യയ്ക്കായുള്ള ആഹ്വാനവും പ്രതീക്ഷയുടെ നാളവുമാണ് റോസ്ഗർ മേളയെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. 1297 പേർക്കാണ് ചടങ്ങിൽ നിയമനപത്രങ്ങൾ കൈമാറിയത്. ഇന്ന് ദേശീയ കർഷക ദിനം. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും കർഷകർ നൽകിയ സംഭാവനകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ജന്മവാർഷികമാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. ചൌധരി ചരൺ സിംഗിന്റെ 122ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കാർഷിക മേഖലയുടെ പുരോഗതിയിലൂടെ മാത്രമേ ഗ്രാമീണ വികസനം സാധ്യമാവുകയുള്ളൂവെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ന്യൂഡൽഹിയിലെ കിസാൻ ഘട്ടിൽ മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. കർഷകരുടെ അഭിവൃദ്ധി, ഗ്രാമീണ വികസനം തുടങ്ങിയവയിലൂടെ രാജ്യ പുരോഗതിക്കായി സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു ചൌധരി ചരൺ സിംഗ് എന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. Agriculture is the spine of rural development. Unless agriculture develops, rural landscape cannot be changed. And unless rural landscape changes, we cannot aspire to have a developed nation. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈത്ത് സന്ദർശനത്തിൽ പ്രതിരോധ സഹകരണം, സാംസ്കാരിക കൈമാറ്റം തുടങ്ങി വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ നേരിടുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും കുവൈത്തും ധാരണയായി. തീവ്രവാദത്തിന് ധനസഹായം നൽകുന്ന ശൃംഖലകളും ഭീകരരുടെ താവളങ്ങളും തകർക്കാൻ ഇരു രാജ്യങ്ങളും ആഹ്വാനം ചെയ്തു. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സൈബർ സുരക്ഷ തുടങ്ങിയവയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈത്ത് സന്ദർശനവേളയിൽ ചർച്ചയായി. സദ്ഭരണത്തെക്കുറിച്ചുള്ള 4ാമത്തെ ദേശീയ ശില്പശാല ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ ശില്പശാലയിൽ പങ്കെടുക്കും. മൂല്യനിർണ്ണയ റിപ്പോർട്ടിന്റെ പ്രകാശനത്തോടൊപ്പം വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും നടത്തിയ സ്വച്ഛതാ ക്യാമ്പയിൻ 4.0യുടെ മികച്ച പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രദർശനവും ശ്രീ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്യും. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. കർദിനാളുമാർ, ബിഷപ്പുമാർ തുടങ്ങിയവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും.
യുപിയിലെ പിലിഭിത്ത് ജില്ലയിൽ ഉത്തർപ്രദേശ് പഞ്ചാബ് പോലീസ് സേനകളുടെ സംയുക്ത സംഘവുമായി ഇന്നുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഖലിസ്ഥാൻ അനുകൂല ഭീകരർ കൊല്ലപ്പെട്ടു. ഡിസംബർ 19-ന് പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിലെ പോലീസ് പോസ്റ്റിന് നേരെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് കരുതുന്നു. പുരൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. സംഭവസ്ഥലത്ത് നിന്ന് നിരവധി ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഇന്ന് കൊച്ചിയിൽ മെട്രോ റെയിൽ, വാട്ടർ മെട്രോ എന്നിവയുടെ അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കും. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കൊച്ചിയിലെത്തുന്നത്. ഊർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ട് രാവിലെ കവരത്തിയിൽ നടന്ന പ്രത്യേക അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഊർജ്ജ നഗരകാര്യ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തിരുന്നു. വനനിയമ ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സർക്കാരിന് മുൻവിധിയില്ലെന്നും ഇപ്പോഴുള്ളത് അനാവശ്യ വിവാദമാണെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. സബ്ജക്ട്സ് കമ്മിറ്റി ശുപാർശ ചെയ്ത രൂപത്തിലാണ് ബില്ല് നിയമസഭയിൽ വരിക. ബില്ല് അവതരിപ്പിച്ചാൽ ക്യാബിനറ്റ് റാങ്കിലുള്ളവരൊഴിച്ച് ബാക്കി എല്ലാ MLAമാരും ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാം. അടുത്ത ചാൻസ് ഗവൺമെന്റിന് തന്നെ ഔദ്യോഗിക ഭേദഗതികൾ അവതരിപ്പിച്ചുകൊണ്ട് പരിഷ്കാരം വരുത്താം. ആശങ്കയുള്ളവർ അത് ജനാധിപത്യപരമായ രീതിയിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷവും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് പത്തനംതിട്ട ടൌണിൽ ഭക്തിനിർഭരമായ സ്വീകരണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര 25-ന് വൈകിട്ട് ശബരിമലയിലെത്തും. രഥഘോഷയാത്രയ്ക്ക് ഓരോ സ്വീകരണ സ്ഥലങ്ങളിലും വൻ സ്വീകരണമാണ് ലഭിക്കുന്നത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുള്ളതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിദഗ്ധ മെഡിക്കൽ സംഘം വിലയിരുത്തി വരികയാണ്. ന്യൂഡൽഹിയിലെ വായു ഗുണനിലവാരം ഏറ്റവും മോശം നിലയിൽ തുടരുന്നു. ഇന്ന് രാവിലെ 7 മണിവരെയുള്ള കണക്കനുസരിച്ച് വായു ഗുണനിലവാര സൂചികയിൽ 403 ആണ് രേഖപ്പെടുത്തിയത്. അടുത്ത 2 ദിവസങ്ങളിൽ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും പുകമഞ്ഞും നേരിയ തോതിൽ മൂടൽമഞ്ഞും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദേശീയ ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് നാളെ ഉപഭോക്തൃകാര്യ വകുപ്പ് വിവിധ മൊബൈൽ ആപ്പുകളും ജാഗ്രതി ഡാഷ്ബോർഡും പുറത്തിറക്കും. നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച വെബ്സൈറ്റ് ലിങ്കുകൾ റിപ്പോർട്ട് ചെയ്യാൻ ആപ്പ് സഹായകമാകും. ഇവ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പരാതികളായി രജിസ്റ്റർ ചെയ്യും. വൈറ്റ് ഹൌസിന്റെ മുതിർന്ന AI നയ ഉപദേഷ്ടാവായി ഇന്ത്യൻ വംശജൻ ശ്രീറാം കൃഷ്ണനെ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ചു. ഫെഡറൽ സർക്കാരിന്റെ നിർമ്മിത ബുദ്ധി നയം രൂപീകരിക്കുന്നതിലെ സുപ്രധാന പദവിയാണ് ഇത്. നിയമനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ശ്രീറാം കൃഷ്ണൻ സമൂഹമാധ്യമമായ Xൽ കുറിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യ വിസമ്മതിച്ചതിനെ തുടർന്ന് 2025-ലെ ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ UAEയിൽ നടക്കും. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡാണ് UAEയെ നിഷ്പക്ഷ വേദിയായി പ്രഖ്യാപിച്ചത്. നിലവിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം ഇന്ത്യയും പാകിസ്ഥാനും 2012 മുതൽ പരസ്പരം ഇരു രാജ്യങ്ങളിലും പര്യടനം നടത്തിയിട്ടില്ല. വഡോദരയിൽ നടന്ന ആദ്യ വനിതാ ഏകദിനത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 91 റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ സ്മൃതി മന്ദാനയ്ക്ക് ക്രിക്കറ്റിൽ പുതിയ റെക്കോർഡ്. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര റൺസ് എന്ന ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാർഡിന്റെ റെക്കോർഡാണ് സ്മൃതി മറികടന്നത്. വിൻഡീസിനെതിരായ ഇന്ത്യയുടെ 2ാം മത്സരം നാളെ നടക്കും. ഉച്ചയ്ക്ക് 1:30-ന് വഡോദരയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30-ന് ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2047-ൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗർ മേളകൾ യുവജന ശാക്തീകരണത്തിന് ഏറെ സഹായകമെന്നും നരേന്ദ്രമോദി. റോസ്ഗർ മേള സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പ്രതീകമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 14ാമത് റോസ്ഗർ മേളയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി മനോഹർ ലാലിന്റെ കേരള സന്ദർശനം തുടരുന്നു. കൊച്ചി മെട്രോ റെയിൽ, വാട്ടർ മെട്രോ പദ്ധതികളുടെ അവലോകന യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. യുപിയിലെ പിലിഭിത്തിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഖലിസ്ഥാൻ അനുകൂല ഭീകരർ കൊല്ലപ്പെട്ടു. കേരളത്തിൽ വന നിയമ ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഭേദഗതിയിൽ സംസ്ഥാന സർക്കാരിന് മുൻവിധിയില്ലെന്നും വനമന്ത്രി. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കുള്ള തങ്ക അങ്കി ഘോഷയാത്രയ്ക്ക് പത്തനംതിട്ടയിൽ ഭക്തിനിർഭര സ്വീകരണം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.